വെച്ചിട്ട് നമ്മുടെ കർമൂസ് കപ്പക്കാന്നുള്ള സാധനമില്ലേ ഇതിനെ കൊണ്ട് ഇത് കണ്ടില്ലേ ഈ കപ്പക്ക ഇത് തോല് കളഞ്ഞിട്ട് നമ്മൾ ഇതിനെ കൊണ്ടൊരു പലഹാരം ഉണ്ടാക്കാനാണ് പോകുന്നത്. കാണിച്ചു തരാമല്ലേ. മുറിച്ച് തോല് കളയട്ടെ. തോല് കളഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് മുറിച്ചിട്ടിട്ട് നമുക്ക് എന്താ വേണ്ടത് കാണിച്ചു തരാം. ഇല്ലേ ഇതിങ്ങനെ തോല് കളയുക. തോല് കളഞ്ഞിട്ട് മുറിച്ചിടുക. ചെറുങ്ങനെ അരിഞ്ഞിടണം. പിന്നെ എന്നിട്ട് തോല് കളഞ്ഞിട്ട് ഇതൊരു നല്ലൊരു അടിപൊളി പലഹാരമാണ്. പിന്നെ ഇത് ആർക്കും നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ്. ഇത് നമ്മളിത് കൂട്ടാക്കുന്നില്ല. ഇഷ്ടംപോലെ സാധനം ഇതിവിടെ നമുക്ക് ഒരു വിഷമമില്ലാണ്ട് കിട്ടാനുണ്ട്. പൈസയും കൊടുക്കേണ്ട ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ടാകുന്ന സാധനം. ഇത് നമ്മൾ ദിവസവും ഒരു നേരത്തെ ഒരു ഭക്ഷണത്തിന് നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കിത് നല്ലൊരു സാധനമാണ്. ഇതിന് ഒരു തകരാറുമില്ല. അതിനൊരു ഗ്യാസോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കി കഴിക്കുകയെന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി പലഹാരം ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് പലഹാരം ഉണ്ടാക്കാം, കറി ഉണ്ടാക്കാം. ഏത് തരത്തിലുള്ള കറി വേണ്ടിയിട്ട് നമ്മളെല്ലാ കറിയും ഈ കർമൂസ് ഈ പപ്പായ എന്ന് പറയുന്നത് ഞങ്ങൾ കപ്പക്കാന്നാണ് പറയുക. ഇവിടെ കണ്ണൂർ കപ്പക്കാന്നാണ് പറയല്. ഇത് എല്ലാവർക്കും പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമായത്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലാവില്ല. അതല്ലേ അതിൻ്റെ മേലെ ഒരുപാട് പറിക്കാനാണ്. ഞാൻ പിന്നെ വീട്ടിൽ തൽക്കാലം മുറ്റത്തൊരു ചെടിക്ക് കപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് പറിച്ചിട്ട് നമുക്ക് തൽക്കാലം ആവശ്യം തീർക്കട്ടെ വെച്ചിട്ടാണ് ഞാൻ. അത്രയും വേണ്ടു. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാലോ എന്ന് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അല്ലേ ഇത് നല്ലൊരു സാധനം. നമുക്ക് പിന്നെ എല്ലാത്തിനും നല്ലതാണ് ഇത്. ഇനി പച്ചക്കറിക്ക് ഇതിൻ്റെ ചപ്പ് ഇല എടുക്കും. പിന്നെ ഇതിൻ്റെ ഇല മരുന്നാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയെല്ലാം എല്ലാം ഇതിനെ കൊണ്ട് എല്ലാം ഗുണം തന്നെയാണ്. തേച്ചും നല്ലൊരു വളമാണ്, തോലാണ്, എല്ലാമാണ്. അത്രയും നല്ലൊരു സാധനമായിട്ട്. പക്ഷെ ഇതാരും നമ്മൾ കണക്കിലെടുക്കുന്നില്ല. ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ഇത് ആർക്കും എത്തുന്നില്ല. എല്ലാം ഇന്ന് കൂടിയെ പോയിട്ട് സാധനം വാങ്ങുകയും എടുക്കുകയും ചെയ്യാന്നല്ലാതെ നമുക്ക് ഇവിടെ ഉണ്ടാക്കുന്ന സാധനത്തിന് ആർക്കും ഒരു വിലയില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനം ആർക്കും വേണ്ട. അയ്യോ അത് വേണ്ടപ്പാന്ന് പറയും. പക്ഷേ ഈ നമ്മൾ കഴിക്കേണ്ടത് ചപ്പ് ഇല, പിന്നെ ബാക്കിയുള്ള നമ്മളെ ചേമ്പിൻ്റെ തണ്ട്, താളിൻ്റെ തണ്ട്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഉപയോഗിച്ചിട്ട് കറി വെക്കുകയോ കഴിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു രോഗം ഉണ്ടാവില്ല. നല്ല ആരോഗ്യം കിട്ടും. നമ്മൾ ആരോഗ്യത്തിന് ഇങ്ങനെ ആരോഗ്യം നശിപ്പിക്കുമായിരുന്നു. നമ്മൾ ഈ പീടി അതും ഇതും വാങ്ങിക്കൊണ്ടെന്ന് വിഷപ്പെട്ട സാധനം മേടിച്ച് വന്നിട്ട് പൈസ കൊടുത്തേക്ക് കിട്ടിയില്ലേ, നമ്മളൊന്നും പണിയെടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തന്നെ അധ്വാനിച്ച് ഉണ്ടാക്കി. ഇഷ്ടംപോലെ എനിക്കിവിടെ ഒരുപാട് കപ്പയുണ്ട്. ഞാൻ കൊല്ലത്താരം നട്ടിട്ട് വേഗം പോയി പോന്നു. ഒന്ന് പൊട്ടുമ്പോൾ ഇപ്പോഴത്തെ ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട്. അവിടെ ഒരുപാട് കപ്പക്കിട്ട് പറിക്കാൻ. പക്ഷെ അത് പറിച്ചിട്ടില്ല. പഴുത്ത് കഴിക്കും. പഴുത്താലും നല്ലതാണ്. പഴുത്ത നല്ല രുചിയുള്ളതാണ് കപ്പക്ക. നല്ല മധുരം ഉണ്ടാക്കും. നല്ല മധുരമുള്ള കപ്പക്കയാണ്. നല്ല മധുരമുള്ള കപ്പക്കയാണ് തിന്നാൻ വേണ്ടിയില്ല. ഒരു ദിവസം ഓരോന്ന് പറിച്ച് തിന്നാൽ ചോറ് വേണ്ട. അത്രക്കും നല്ല സാധനമാണ്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് അരിഞ്ഞിട്ടിട്ട് കാണിക്കാം കേട്ടോ. അരിയിട്ടെ പിന്നെ അരിഞ്ഞിട്ടിട്ട് കാണിക്കാം. ഇപ്പോൾ ഇവിടെ എന്നാ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാൻ ആ കപ്പ കർമൂസ് ഇങ്ങനെ അരിഞ്ഞിട്ട് കൊണ്ടുവന്നു. കണ്ടില്ലേ, ഇങ്ങനെ അരിഞ്ഞ് കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവച്ചു. കണ്ടില്ലേ, ഇതുപോലെ അരിഞ്ഞിട്ട് ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇത് പിന്നെ ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്. ഇതിപ്പോൾ ഇവിടെ കർമൂസ് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ട് ഇങ്ങനത്തെ അരിഞ്ഞ് നേർങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കേട്ടാ, ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറം ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഇതിൽ കുറച്ച് ഉപ്പും മഞ്ഞളും മുളകും ഇടണം. മുളക് പൊടി, പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ടായില്ലേ, കുറച്ച് പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ടായില്ലേ. അതിൽ പോരാതെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും. അതിൽ പാകത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി എരിവിന് കണക്കായിട്ട് ഇട്ടാൽ മതി. കൂടുതലിട്ടാലൊക്കെ കഴിക്കുമ്പം തിന്നാനാവില്ല. അത്രയേ ഉള്ളൂ. നമുക്ക് എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതലിടാം. പിന്നെ ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഉപ്പ് ഇടുക. ഉപ്പ് ഇട്ടിട്ട് പാകത്തിന് വേണ്ടി ഉപ്പ് ഇടണം. അത് വിട്ട് ഇനിയിപ്പോൾ എന്താ വേണ്ടിച്ചാൽ ഇതിങ്ങനെ കുഴക്കുക. വെള്ളം നാക്കണ്ട. വെള്ളപ്പറ്റുന്നുണ്ടെങ്കിൽ വെള്ളപ്പറ്റിട്ട് ഇത് കർമൂസ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞിട്ട് എടുത്തിയാണ്. എനിക്ക് പിന്നെ കഴുകാൻ പാടില്ല. മുറിച്ചാൽ പിന്നെ കഴുകരുത്. കഴുകിയാൽ പിന്നെ വെള്ളമായി പോവും, അത് അരിഞ്ഞു പോവും. ഇനിയിപ്പോൾ അതിൽ വേണ്ട വെച്ചാൽ കുറച്ച് പിന്നെ
ഇത് നല്ലപോലെ ഉടഞ്ഞു പോകാതെ വിധത്തിൽ ഇളക്കുക. കേട്ടോ. ഈ ഇഞ്ചി കൂടി അരിപ്പൊരു കൂട്ടി ആക്കുക. ഇഞ്ചിയും പച്ചമുളകും. അതിൻ്റെ കൂടെ ലേശം ഇതാക്കുക. ഒരു കുറച്ച് അരിപ്പൊടി, നമ്മൾ നേരിയ അരിപ്പൊടി ഇട്ടത്, അതൊരു 2 മണി ലേശം കുറച്ച് മാത്രം മതി. അത്രേ ഉള്ളൂ. അതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഒരുപോലെ ഇളക്കിയിട്ട് ഇട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി മൈദപ്പൊടി കുറച്ചിടുക. അതിന് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഇടുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടി മൈദപ്പൊടി ഇടാം. കുറച്ച് മുളക് പൊടിയോ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇടാം. നല്ല കാണാൻ നല്ല ചൂടുണ്ടാകും. കുറച്ച് മൈദപ്പൊടി ഇടുക. അല്ല, ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ വെറും മൈദപ്പൊടി ആയാലും മതി. കണ്ടോ, ഇതിങ്ങനെ ആക്കിയിട്ട് ആണല്ലേ ഇതിങ്ങനെ കുഴക്കുക. കുഴച്ചിട്ട് പിന്നെ ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന ഭാഗത്തിൽ കുഴക്കുക. ഇനി ഒന്നും വേണ്ട, ഇനി മറ്റേ ഇത് വേണ്ട. പിന്നെ ഇത് വെള്ളം ഒറ്റപ്പൊടി കൂട്ടണ്ട. വെള്ളം കൂട്ടാത്ത പാകത്തിന് കണക്കായിട്ടാണ് ഈ മൈദപ്പൊടി ഇടേണ്ടത്. ഉണ്ടല്ലേ. എനിക്കിത് കുഴച്ചിട്ട് ഇനിയിപ്പോൾ ഇത് അടുപ്പത്ത് വെളിച്ചെണ്ണ അടുപ്പത്ത് വെക്കട്ടെ. ഇത് ഇങ്ങനെ കുഴച്ചു. ഇതിപ്പോൾ കൈക്ക് പറ്റുന്നതിന് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അതിലിട്ട് വെക്കാം. ഇത് കണ്ടില്ലേ. നമുക്ക് കുറച്ചിട്ട് നോക്കാം. കുറച്ച് പരത്തിയിട്ടിടണം. പരത്തിയിട്ടിടാൻ നേരം ഉണ്ടല്ലോ, അത് ഉള്ളു പോവില്ല. വേണ്ടായിരിക്കാൻ വിഷമമല്ല. പുറം കരിഞ്ഞു പോയെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കുന്നത്. നല്ല മുരിഞ്ഞ് വരുന്നുണ്ട്. കളറ് മാറി വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ടാക്കണം. അല്ലെങ്കിൽ ഉള്ളു പോകുകയും വേണ്ടേ. അധികം ഇതായിപ്പോയാൽ ഉള്ളു പോവില്ല. വണ്ണത്തിലാക്കൽ കുറച്ച് നീർങ്ങനെ പരത്തിയിട്ടിട്ടാൽ നല്ല ഇതായി കിട്ടും. ഉണ്ടോ. തുള്ളി വെള്ളം ചേർത്തിട്ടില്ല. ഇതിലെന്തെല്ലാം കൂട്ടിയതെന്ന് വെച്ചാൽ പിന്നെ കപ്പക്ക ചെറുങ്ങനെ നേർങ്ങനെ അരിഞ്ഞിട്ടത്. അരിഞ്ഞിട്ട് ഇതിൻ്റെ പേര് കുറച്ച് 1 സ്പൂൺ വരെ അരിപ്പൊടി, കുറച്ച് മൈദപ്പൊടി ഇതിൽ കൂട്ടിയിട്ട് ഇതേപോലെ കുഴഞ്ഞ പാകത്തിന് വരുത്തിങ്ങനെ ഉരുട്ടി നമുക്ക് എടുക്കേണ്ട പാകത്തിന് വരുന്ന പാകത്തിന് കുഴക്കുക. എന്നിട്ട് പിന്നെ ഇതിനകത്ത് മൈദപ്പൊടി, ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുഴച്ച് പാകത്തിന് ഉപ്പും കൂട്ടി ആക്കിയിട്ടാകുമ്പോൾ ഇനി അധികം വേവിക്കണ്ട. അധികം വെന്താൽ ഫ്ലെയിമിലായാലും വേവില്ല, കരിഞ്ഞു പോകും. അതുകൊണ്ട് നല്ലൊരു കാണാനും നല്ലൊരു രസമുണ്ട്. കാണാനും തിന്നാനും നല്ല അടിപൊളി സാധനമാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അതുകൊണ്ട് നമ്മുടെ അടുത്ത് ഇഷ്ടംപോലെ ഉണ്ടാകുന്ന സാധനങ്ങളായത്. ഇത് നമുക്ക് ആക്കിയാൽ ഇങ്ങനെ കുറച്ച് പരത്തണം. അധികം ഉണ്ടയായിപ്പോയാൽ ഒരു ഉള്ളു വേകാണ്ടായിപ്പോവും. അതുകൊണ്ട് ഉള്ളു വേകണ്ടിക്കൽ കുറച്ച് പരത്തിയിട്ടിടണം. ഉണ്ടല്ലേ. അധികം തീയിൽ വേവിക്കണ്ട. തീയിൽ വേവിച്ചാൽ ചിലപ്പോൾ ഇത് ഉള്ളു വേവാൻ പുകഞ്ഞു പോകും. മേലെ ഉള്ളു വേവില്ല. അതുകൊണ്ട് അധികം ഉള്ളിൽ കുറച്ച് തീ കുറച്ചിട്ട് വെച്ചിട്ട് സാവധാനത്തിൽ വേവിച്ചാൽ മതി. അധികം വെന്ത് കഴിഞ്ഞാൽ പിന്നെ അത് ആക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉള്ളു വേകാണ്ടായിപ്പോവും. മേലെ പാകമാവുമെങ്കിൽ ഉള്ളു പോകാണ്ടും ആവും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഇതിപ്പോൾ കണ്ടില്ലേ, നിങ്ങൾ കാണുന്നില്ലേ? വേണ്ട
കാണുന്നുണ്ടോ കണ്ടോ? ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇതിപ്പം ചുവന്ന് വന്നു. ഇനിയിപ്പം ഇതും കൂടി ഇട്ടേ. എല്ലാ സാധനവും നമ്മൾ വീട്ടിലുണ്ടായി നമ്മൾ പെണ്ണുങ്ങൾ വിചാരിച്ചാൽ ആക്കാൻ കഴിയാത്തതൊന്നുമില്ല. അതുകൊണ്ട് നമ്മളതെന്താ വെടിച്ചാൽ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഒരു സാധനം വേസ്റ്റ് ആക്കണ്ട. നമ്മൾ വറമ്പത്തുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാ സാധനവും നമുക്ക് കഴിക്കാൻ പറ്റും എന്നാണ് ഇപ്പം കാണുന്നത്. മറ്റേ ഇതൊന്നും ആരും അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല. ഇതൊന്നും നമുക്ക് ചെയ്ത് നോക്കാം. അധികം ഇതായിപ്പോയാൽ പുകഞ്ഞു പോയാൽ പിന്നെ രസം ഉണ്ടാവില്ല. അതുകൊണ്ട് അത് സാവധാനത്തിലായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നല്ല ശരിക്ക് പോകുമല്ലോ. അതുകൊണ്ടാണ് തീ കുറച്ച് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ കണ്ടല്ലോ. ഇത് കണ്ട നല്ല അടിപൊളി പലഹാരമായിട്ടുണ്ട്. ഇത് കണ്ട നല്ല കർമ്മൂസ് കൊണ്ട് നമ്മൾ കളയാവുന്ന സാധനം കൊണ്ടാണ് ഇപ്പോൾ ഇത് നല്ലൊരു അടിപൊളി പലഹാരമാക്കി ഇട്ടിട്ടുള്ളത്. ഇത് കഴിച്ച് നോക്കാം. ഇനി ഞാൻ ഒന്ന് കഴിച്ച് നോക്കാം എടുത്തിട്ട്. ഇതാ നല്ല അടിപൊളി സാധനം കണ്ട. നല്ല ടേസ്റ്റുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കയ്പും കൂടി അടിക്കണം. അവിടെ എല്ലാവരും കാണുക, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് ഇടണം. കമൻറ്റ് നന്നായിട്ട് നല്ല